കോളേജൊക്കെ ഓൾമോസ്റ്റ് തീരാറായപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഒരു കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് എടുത്തു കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ ചെയ്യാലോ, കാരണം നമ്മുടെ കോളേജാണ്, അപ്പോൾ പിന്നെ എന്ത് നോക്കണം. ഞാനപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി എടുത്തു. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ ഒരു ചെക്കനുണ്ട്. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോളേജിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു സെം നമ്മൾ തീർത്ത് മറ്റേ സെമ്മിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഒരു ഇൻറ്റേർണൽ എക്സാം അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് എഴുതി വെക്കണം, കാരണം അങ്ങനെ നമുക്കൊരു 5 മാർക്ക് കിട്ടും. പിന്നെ ഒരു 5 മാർക്ക് കിട്ടുന്നത് പ്രസൻറ്റേഷൻ വഴിയാണ്. അപ്പോൾ ഈ പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ടീച്ചർ ഒരു 1 വീക്ക് പ്രയർ വന്നിട്ട് പറയും, അങ്ങനെ പറഞ്ഞാൽ ഇന്ന റോൾ നമ്പർ മുതലുള്ള ഇന്ന റോൾ നമ്പർ വരെയുള്ള പിള്ളേർ റെഡി ആയിരിക്കണം, ഇന്ന ദിവസമായിരിക്കും നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു. ഈ ഡേറ്റ്സ് എന്ന് പുറത്തു വരുന്നു, ഈ ചെക്കൻ എനിക്ക് ഇങ്ങനെ വാട്സപ്പ് ഇട്ടുകൊണ്ടിരിക്കും. ബ്രോ, എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നു, ഞാൻ ഇതിനു വേണ്ടി ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്നെക്കൊണ്ട് ഇത് പറ്റും തോന്നുന്നില്ല, അന്ന് ഞാൻ വരാതിരുന്നാലോ, എനിക്ക് കൈയും കാലും വിറയ്ക്കുന്നു. ഇതിനെക്കാട്ടിലും ഏറ്റവും നമുക്ക് കാണുമ്പോൾ ഇതെന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഈ മെയിൻ ഡേ അല്ലെങ്കിൽ ഈ പ്രസൻറ്റേഷൻ ഉള്ള ദിവസമാണ്. ഈ പുള്ളിക്കാരൻ വല്ലാതെ അങ്ങ് കിടന്ന് വേർക്കും. പുള്ളി മാക്സിമം പുള്ളി ബങ്ക് ചെയ്യാൻ നോക്കും, പുള്ളിനെ കൊണ്ട് പറ്റുന്ന രീതി എല്ലാം പുള്ളി നോക്കി ഇതൊന്ന് അവോയ്ഡ് ചെയ്ത് പോകാൻ നോക്കും. ഇതിനെ സൈക്കോളജിയിൽ വിളിക്കുന്നതാണ് സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ. നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ നോക്കി അഗോറാഫോബിയ ഇസ് ഓൾമോസ്റ്റ് സിമിലർ ടു സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ, പക്ഷെ എന്നാലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഈ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡറിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ആൻസൈറ്റി ഡിസോർഡർ ഉള്ള ഒരാൾക്ക് ഭയങ്കര പേടിയായിരിക്കും. അവർക്ക് ഒരു സോഷ്യൽ സിറ്റുവേഷൻ വേർ ദേ ഹാവ് ടു പെർഫോം ഓർ വേർ ദേ ഹാവ് ടു പ്രസൻറ്റ് സംതിങ് അവർക്ക് ഭയങ്കരമായിട്ട് പേടിയായിരിക്കും. പേടി എന്തിനെക്കുറിച്ചെന്ന് ചോദിച്ചാൽ അവരെന്തെങ്കിലും ഒരു എംബാരസ്മെൻറ്റ് സിറ്റുവേഷൻ അവർ ക്രിയേറ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള അൺനെസസറി ആയിട്ടുള്ള പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ തോട്ട്സ് ഇവർക്ക് വന്നുകൊണ്ടിരിക്കും. ഒരു ഇൻഡിവിജ്വലിനെ ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ അസോസിയേഷൻ ഓഫ് അമേരിക്ക സേസ് ദാറ്റ് 13-ാം വയസ്സ് മുതലേ ഒരു ഇൻഡിവിജ്വൽ സ്റ്റാർട്ട് ഷോയിങ് സിംറ്റംസ് ആൻഡ് സൈൻസ് ഓഫ് സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ. ഇത് മേജർലി എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് റിലേഷൻഷിപ്സിലും ജോബിലും. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ പോലും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നാളെ ഒരു പ്രസൻറ്റേഷൻ താൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായിരിക്കും. ആ തലേ ദിവസം അവർ ഉറങ്ങുക പോലുമില്ല. അപ്പോൾ ഇതിൻ്റെ മേജർ കോസൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആവാം. അവരൊരു കുട്ടിയായിരിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും എണീറ്റ് നിന്ന് സംസാരിക്കുന്ന സമയത്ത് അവരുടെ പാരൻസ് അവരെ ഷൗട്ട് ചെയ്തതാവാം, അല്ലെങ്കിൽ ഒന്നും വേണ്ട ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് കൂവിയാൽ മതി അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ പോയതാവാം. പിന്നെ അതുപോലെ ജെനറ്റിക്കൽ വർണബിലിറ്റി ഒരു മേജർ കോസ് ആവാം. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഫാമിലിയിൽ ആരെങ്കിലും ആൻസൈറ്റി ഡിസോർഡേഴ്സിൻ്റെ ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ ഇത് കുട്ടികൾക്കും വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, മെഡിക്കേഷൻസ് ആണ് ഓഫ് കോഴ്സ്. പിന്നെ അതിൻ്റെ പുറമെ തെറാപ്പീസ് ഉണ്ട്, ലൈക്ക് CBT,